ഗൈസ്, ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കലാശ പോരാട്ടം വരാൻ പോവുകയാണ്. മോഹൻ ബഗാൻ വേഴ്സസ് ബംഗളൂരു FC പോരാട്ടമാണ്. എന്താണെങ്കിലും ഏറ്റവും ശക്തരായിട്ട് നിലവിൽ ഫോമിൽ നിൽക്കുന്ന രണ്ട് ടീമുകളുടെ തന്നെ പോരാട്ടം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഒരു നേരിയ മുൻതൂക്കം മോഹൻ ബഗാൻ ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻ ബഗാൻ്റെ ഈ ഒരു സീസണിലെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. അതുപോലെ അവർക്ക് ഒരു ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്, അതും സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഇതൊരു ഫൈനൽ മത്സരമാണ്, ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ വർഷവും അതേ സാഹചര്യത്തിലാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ അവർക്ക് പരാജയപ്പെടേണ്ട വന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. എനിവേ, മുംബൈ സിറ്റി FCക്ക് ശേഷം ഷീൽഡും കപ്പും വിൻ ചെയ്യുന്ന ഒരു ടീമായിട്ട് മോഹൻ ബഗാൻ മാറുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അല്ലെങ്കിൽ 2019 ശേഷം ISL വിന്നേഴ്സ് ആയിട്ട് ബംഗളൂരു FC വരുമോ എന്നുള്ളതും നോക്കി കാണേണ്ടതാണ്. പിന്നെ ബംഗളൂരു FCയുടെ കാര്യം പറയുമ്പോൾ അവർ ഒട്ടും മോശക്കാരല്ല. അവർ സീസണിൽ നല്ല രീതിയിൽ തുടങ്ങിയിട്ട് ഷീൽഡ് റേസിൽ തന്നെ ആദ്യ സാഹചര്യത്തിൽ പോയിന്റിൽ ടോപ്പിൽ നിന്ന ടീമാണ്. പക്ഷേ പിന്നെ അവർക്ക് കുറച്ച് പാളിച്ചകൾ പറ്റി ഒന്ന് താഴേക്ക് പോയി, പ്ലേ ഓഫ് പോലും എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. പക്ഷേ അവർ അവസാന സ്റ്റേജൊക്കെ ആയപ്പോഴത്തേക്കും ശക്തമായിട്ട് തന്നെ തിരിച്ചു വന്നു. പ്ലേ ഓഫിൽ ശക്തമായിട്ടുള്ള പ്രകടനം തന്നെയാണ്, മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഇനി മോഹൻ ബഗാനെതിരെ കളിച്ചിട്ടുള്ള മത്സരം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കളിച്ചിട്ടുള്ള മത്സരത്തിൽ ജനുവരിയിൽ മറ്റോ ആണ്, അത് 1-0 മോഹൻ ബഗാൻ ജയിച്ചു. പക്ഷേ സീസണിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് മോഹൻ ബഗാനും അതുപോലെ ബംഗളൂരു FCയും തമ്മിൽ ബംഗളൂരിൽ വെച്ച് നടന്നിട്ടുള്ള മത്സരം. അത് 3-0 എന്ന് പറയുന്ന ഒരു ആധികാരിക വിജയം. അതാണ്, ആ ഒരു ഫോമിലാണ് നിലവിൽ ബംഗളൂരു FC ഉള്ളത്. എന്നാൽ അതിനുശേഷം മോഹൻ ബഗാൻ മാറിയ ഒരു ഫോമുണ്ട്, ആ ഒരു ഫോമിലാണ് അവരുള്ളത്. അപ്പം ആ ഒരു രീതിയിലേക്ക് വരുന്നൊരു സമയത്ത് ആര് വിജയിക്കുമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഹോം അഡ്വാൻറ്റേജ് എത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ തന്നെയാണ്. അത് തീർച്ചയായിട്ടും വേറൊരു മൂഡ് തന്നെ ആയിരിക്കും. മോഹൻ ബഗാനെ സംബന്ധിച്ചും ബംഗളൂരു FCയെ സംബന്ധിച്ചും അവരുടെ ഡിഫൻസും അറ്റാക്കും തന്നെ അവരുടെ ഒരു ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഒരു ഏരിയ എന്ന് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ബംഗളൂരു FC അവർ ഇന്ത്യൻ ഡിഫൻസ് വെച്ച് കളിച്ചിട്ടാണ് ഈ തരത്തിലുള്ള ഒരു പെർഫോമൻസ് നടത്തുന്നത് എന്നുള്ളതാണ്. എന്നാൽ മോഹൻ ബഗാൻ്റെ ഡിഫൻസിൻ്റെ കാര്യത്തിൽ രണ്ട് വിദേശ താരങ്ങൾ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ സുഭാഷിഷ് ബോസും അതുപോലെ ആശിഷ് റായും ഒക്കെ നല്ല ഫോമിലുമാണ് എന്നുള്ളതാണ്. പിന്നെ അറ്റാക്കിംഗ് സൈഡിൽ ഇപ്പം കമ്മിൻസും പെട്രട്ടോസും അതുപോലെ സ്റ്റുവർട്ടും മക്ലാറിനും ഒക്കെ അടങ്ങുന്നൊരു മുന്നേറ്റ നിരയുണ്ട്. ഈ BFCയുടെ നോക്കിക്കഴിഞ്ഞാലും റയാൻ വില്യംസും എഡ്ഗറും ഡയാസും സുനിൽ ഛേത്രിയും ഒക്കെ അടങ്ങുന്ന മറ്റൊരു മികച്ച അറ്റാക്കിംഗ് നിരയുണ്ട്. പിന്നെ മിഡ്ഫീൽഡാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. കാരണം ബംഗളൂരു FCയുടെ മിഡ്ഫീൽഡിൽ കുറച്ച് വിദേശ താരം, ഇപ്പോൾ ക്യാപ്പോയും നെഗ്യൂറയും പോലത്തെയൊക്കെ താരങ്ങളുണ്ട്. പക്ഷേ മോഹൻ ബഗാൻ അവിടെ റിലേ ചെയ്യുന്നത് ഇന്ത്യൻ താരങ്ങളെയാണ് കൂടുതൽ. ഇപ്പം അപ്പുയാണെങ്കിലും താപ്പയാണെങ്കിലും സഹലാണെങ്കിലും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള താരങ്ങളെയാണ് റിലേ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 പരിശോധിക്കുന്ന സമയത്ത് മോഹൻ ബഗാൻ ഒരു 4-3-3 ഫോർമേഷനിലായിരിക്കും കളിക്കുന്നുണ്ടാകുക. ഗോൾ കീപ്പർ എന്ന നിലയിൽ വിശാൽ കെയ്ത്ത്, സെൻറ്റർ ബാക്കിൽ ആൽബർട്ടോ ആൻഡ് ടോം അൽഡ്രഡ്, റൈറ്റ് ബാക്കിൽ ആശിഷ് റായ്, ലെഫ്റ്റ് ബാക്കിൽ സുഭാഷിഷ് ബോസ്. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അപ്പുയ ആൻഡ് താപ്പയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ലെഫ്റ്റിൽ ലിസ്റ്റൺ, റൈറ്റിൽ മൻവീർ തിരിച്ചെത്തുന്നതാണ്. അതുപോലെ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പം സ്റ്റുവർട്ട് ആൻഡ് മക്ലാറൻ എന്നീ താരങ്ങളെയാണ്. ഇനി ബംഗളൂരു FCയിലേക്ക് വരുന്ന ഒരു സമയത്ത് ഒരു 4-3-3 ഫോർമേഷനിലായിരിക്കും കളിക്കുന്നുണ്ടാകുക. ഗോൾ കീപ്പർ എന്ന നിലയിൽ ഗുർപ്രീത് സിംഗ് സന്ധു, സെൻറ്റർ ബാക്കിൽ ചിംഗ്ലൻ സന സിംഗ് ആൻഡ് രാഹുൽ ബക്കിയ, റൈറ്റ് ബാക്കിലേക്ക് വരുമ്പം ബൂട്ടിയ, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ റോഷൻ സിംഗ്. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ക്യാപ്പോ, നെഗ്വേറ, സുരേഷ് എന്നീ താരങ്ങളായിരിക്കും. അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒരു വിങ്ങിൽ റയാൻ വില്യംസ്, മറ്റൊരു വിങ്ങിൽ ശിവശക്തി ആൻഡ് ഒരു സെൻറ്റർ ഫോർവേഡ് എന്ന നിലയിൽ എഡ്ഗർ മെൻഡസിനെയാണ് പ്രതീക്ഷിക്കുന്നത്. സെക്കൻഡ് ഹാഫിലായിരിക്കും ഡയാസ്, അതുപോലെ സുനിൽ ഛേത്രി. ഇപ്പം മോഹൻ ബഗാൻ്റെ കേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ കമ്മിൻസ്, അതുപോലെ പെട്രട്ടോസ്, സഹൽ, അങ്ങനെയൊക്കെയുള്ള താരങ്ങളെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാണെങ്കിലും വളരെ ഒരു ഹൈ ഇൻറ്റൻസിറ്റി മാച്ച് തന്നെയാണ്. അതും അത്രയും ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങളെന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മത്സരം, കലാശ പോരാട്ടത്തിൽ ആരായിരിക്കും ISL കപ്പ് വിന്നേഴ്സായി മാറുന്നത് എന്നുള്ളത്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു കണീഷൻ സനിയ.